ഓക്കെ, ഞാൻ റെക്കോർഡിങ്ങിന് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം പഠിക്കാൻ പോണത് ഡേറ്റഡ് ഇഫ് എന്നുള്ളൊരു ഇക്വേഷൻസാണ്. ഡേറ്റഡ് ഇഫ് ശ്രദ്ധിക്കുക, എന്താണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇതുവരെ എത്ര ഇയറായെന്ന് പ്രിൻ്റ് ചെയ്യണം, എത്ര മന്തായെന്ന് പ്രിൻ്റ് ചെയ്യണം, എത്ര ഡേ ആയെന്ന് പ്രിൻ്റ് ചെയ്യണം. മനസ്സിലായോ? നമ്മളോട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചാലേ, നമ്മളോട് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് യൂസ് ചെയ്താലേ എത്ര ഇയറായി, എത്ര മന്തായി, എത്ര ഡേ ആയി എന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഓപ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയാണ് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെയാണോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിടക്കുന്നത്, മനസ്സിലായല്ലോ? എങ്ങനെയാണോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കിടക്കുന്നത് ആ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഫോർമാറ്റിലായിരിക്കണം, എങ്ങനെയാണോ നമ്മുടെ സിസ്റ്റത്തിൽ ഡേറ്റ് കിടക്കുന്നത് അതേ ഫോർമാറ്റിലായിരിക്കണം നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? ഇപ്പം നിങ്ങളുടെ സിസ്റ്റത്തിലെ ആദ്യം ഡേറ്റ്, പിന്നെ മാസം, പിന്നെ ഇയർ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ എൻ്റർ ചെയ്യണം? നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ ഡേറ്റ് എന്നാണ്, മന്ത് ഏതാണ്, അതേപോലെ തന്നെ ഇയർ ഏതാണെന്നുള്ളത് പ്രിൻ്റ് ചെയ്യണം. ഈ ഭാഗം മനസ്സിലായല്ലോ ജിബിനെ? നമ്മുടെ സിസ്റ്റത്തിൽ കിടക്കുന്ന ഫോർമാറ്റിൽ തന്നെയായിരിക്കണം ചെയ്യേണ്ടത്, കേട്ടാ? ഓക്കെ. ഇനി ഇവിടെ ഇക്വേഷൻസ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈക്വൽ ടു ഡേറ്റഡ് ഇഫ് എന്നുള്ളൊരു കണ്ടീഷൻസാണ്. ഡേറ്റഡ് ഇഫ് ഈക്വൽ ടു ഡേറ്റഡ് ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സെല്ല് ക്ലിക്ക് ചെയ്യാം. ക്ലിയർ ആണല്ലോ? സെല്ല് ക്ലിക്ക് ചെയ്യാം, കോമ ടുഡേ. ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് പ്രിൻ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് ടുഡേ. മനസ്സിലായല്ലോ? നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡേറ്റ് പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്ന കമാൻഡാണ് ടുഡേ. അപ്പോൾ ഈക്വൽ ടു ഡേറ്റഡ് ഇഫ് സെല്ല് കോമ ടുഡേ കോമ ഇൻവെർട്ട് കോമയിൽ ഇയർ ആയ കാരണം നമ്മൾ വൈ എന്നുള്ളൊരു കമാൻഡ് ക്രിയേറ്റ് ചെയ്യും. ഇതിപ്പോൾ വലിയ അക്ഷരമായാലും കുഴപ്പമില്ല, ചെറിയ അക്ഷരമായാലും കുഴപ്പമില്ല, കേട്ടോ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഇയർ ആയി എന്നുള്ളത് ഇവിടെ പ്രിൻ്റ് ചെയ്യും. ഇവിടെ നിന്ന് ഡേറ്റ് തൊട്ടിട്ട് ഇതുവരെ എത്ര ഡേറ്റ് ആയെന്നാണ് പ്രിൻ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇന്നത്തെ ഡേറ്റ് വരെ. ക്ലിയർ അല്ലേ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മന്ത് ശ്രദ്ധിക്കുക, ഈക്വൽ ടു ഡേറ്റഡ് ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് സെല്ല് കോമ ടുഡേ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതായത് ഇന്നത്തെ ഡേറ്റിനായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ടാണ്. കോമ ഇൻവെർട്ട് കോമയിലെ എമ്മും വൈയും എമ്മും, അതായത് ഇയർ കഴിഞ്ഞിട്ട് മന്ത് എത്രയായി എന്നുള്ളതാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. അടുത്തത് ഈക്വൽ ടു ഡേറ്റഡ് ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് കോമ നിങ്ങൾ പറഞ്ഞ ടുഡേ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ ഇൻവെർട്ട് കോമയിലെ എമ്മും ഡിയും. മനസ്സിലായല്ലോ? മന്തും ഡേക്ക് കാണാനായിട്ട് നമ്മൾ മന്തും ഡേ ആണ് യൂസ് ചെയ്യുന്നത്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചു. ഇപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതാണ്. എനിക്ക് 37 വയസ്സും 11 മാസവും 4 ദിവസവും. മനസ്സിലായ? ഈ 83 തൊട്ടിട്ട് 1983 തൊട്ടിട്ട് ഈ 2021 വരെ 37 വർഷങ്ങളായിരിക്കുക. നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് പറഞ്ഞേ. ആദ്യം ഡേറ്റ് ആരെങ്കിലും പറഞ്ഞോളൂ. കേട്ടില്ല? 31 5 92 അല്ലേ? നോക്കി നോക്കൂ, 29 വയസ്സ് കഴിഞ്ഞിട്ട് 2 മാസമായിട്ടുണ്ടാവും.
2 മാസം കഴിഞ്ഞിട്ട് 5 ദിവസമായിട്ടുണ്ടായിരുന്നു. സംഭവം മനസ്സിലായ? അപ്പോൾ 31-ാം തീയതി 31-ാം തീയതിക്കാണ് 29 വയസ്സായിരിക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ 31-ാം തീയതി കഴിഞ്ഞിട്ട് ഇന്ന് എത്രാം തീയതിയാണ്? ഇവിടെ നോക്കി നോക്കൂ, ഇന്ന് 5-ാം തീയതി അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇവിടെ 2 മാസമായിട്ടുണ്ട്. അതായത് 5-ാം മാസത്തിലാണ് ബർത്ത്ഡേ. അപ്പോൾ 5 കഴിഞ്ഞിട്ട് ഇത് ഏതാ മാസം? 8ആയി അല്ലേ? 6, 7 കഴിഞ്ഞു. അപ്പോൾ അതാണ് അവിടെ 2 പ്രിന്റ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 31-ാം തീയതി കഴിഞ്ഞാൽ ഇന്ന് വരെയുള്ള ദിവസം. മനസ്സിലായ? 29 വയസ്സ് 2 മാസം 5 ദിവസമായിട്ടുണ്ടായി. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അത് ഡേറ്റ് ഓഫ് ബർത്ത് എന്നല്ല കേട്ടോ, അത് ഞാനൊരു എക്സാമ്പിളിലൂടെ നിങ്ങളെ ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കമ്പനിയുടെ ആവശ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കമ്പനി പറയാണ് 20-10-1983 നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ എത്ര കണ്ട സംഭവം മനസ്സിലായില്ലേ? അല്ലെങ്കിൽ പറയാണ് നമുക്ക് എന്ത് ചെയ്യണം, പൈസ തരാനുള്ള ആൾക്കാർ ഇപ്പം ഞാൻ പറഞ്ഞു നിന്ന് 10-10-2020 നമുക്ക് പൈസ തരാനുള്ളതെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ എത്ര 9 മാസം 26 ദിവസമായി. സംഭവം മനസ്സിലായ? ഒരൊറ്റടിക്ക് നമുക്ക് ഈ ഡേറ്റ് ഡിഫ് എന്നുള്ള ഒരു ഇക്വേഷൻസിനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായല്ലോ? ഇനി ഒരു ഡേറ്റിനെ, ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നിന്ന് ഒരു ഇതിൽ നിന്ന് അടുത്ത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഡേറ്റ് ഡിഫ്, ഇവിടെ ഇയർ കാണാനായിട്ട് വൈ, അതാണ് മനസ്സിലാക്കേണ്ടത്. മന്ത് കാണാനായിട്ട് YUM, മനസ്സിലായല്ലോ? ഇയറിൽ നിന്ന് എത്ര മന്ത് ഉണ്ട് എന്നുള്ളത്. ഇവിടെ നമ്മൾ M-D. ക്ലിയർ ആണല്ലോ? ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലേ? ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ ഞാൻ. ഓക്കെ സാർ. ഓക്കെ, അടുത്തതാണ് ടെക്സ്റ്റ് ഫങ്ഷൻസുകളാണ്. ഈ ടെക്സ്റ്റ് ഫങ്ഷൻസ് എന്താണ്? ടെക്സ്റ്റ് ഫങ്ഷൻസിന് പ്രാധാന്യം ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ ടെക്സ്റ്റ് ഫങ്ഷൻസ്, പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ഓക്കെ. നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു എൻട്രീനെ ഒരു ടെക്സ്റ്റ് ആക്കി കൺവേർട്ട് ചെയ്യണം. മനസ്സിലായ? ഒരു ടെക്സ്റ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. നോക്കൂ നിങ്ങൾ, ഇന്നത്തെ ഡേറ്റ് 5/8/2021 അല്ലേ? ഇതിലെ ഡേറ്റ് മാത്രം എനിക്ക് പ്രിൻ്റ് ചെയ്യണം. ഇതിലത്തെ ഡേറ്റ് പ്രിൻ്റ് ചെയ്യണം. ഈക്വൽ ടു ടെക്സ്റ്റ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ, ഇൻവെർട്ട് കോമയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡി എന്ന് ടൈപ്പ് ചെയ്യുക. മനസ്സിലായല്ലോ? 2 പ്രാവശ്യം ഡി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെല്ലിലത്തെ ഡേറ്റ് ടെക്സ്റ്റ് ഫങ്ഷൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ക്ലിയർ അല്ലേ? ഇതിന് പകരം M ആണെങ്കിലാ അതിലത്തെ മന്ത് പ്രിൻ്റ് ചെയ്യും. അതിന് പകരം Y ആണെങ്കിലാ അതിലത്തെ ഇയർ പ്രിൻ്റ് ചെയ്യും. മനസ്സിലായ? ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഡി, ഓക്കെ. മന്ത് ആണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം എം. അതേപോലെ തന്നെ അടുത്തത് Y ആണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം Y. ക്ലിയർ ആണല്ലോ? ഇനി അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡേറ്റിന് പകരം 4 പ്രാവശ്യം ഡി അടിച്ചു കഴിഞ്ഞാൽ അത് എന്നാന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. മനസ്സിലായ? ഈ 2 പ്രാവശ്യം ഡി എന്ന് അടിച്ചു കഴിഞ്ഞാൽ അതിലത്തെ ഡേറ്റേ പ്രിൻ്റ് ചെയ്യുള്ളൂ. മറിച്ച് ഇത് 4 പ്രാവശ്യമാണ് ഡി എന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമുക്കിവിടെ ആ ഡേറ്റ് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? പിന്നെ അതേപോലെ തന്നെ ഇവിടെ 4 പ്രാവശ്യം M ആണ് അടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മന്ത് പ്രിൻ്റ് ചെയ്യും. കണ്ട, ആഗസ്റ്റ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്ത് കണ്ട. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ 4 പ്രാവശ്യം Y ആണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇയർ ഫുള്ളായിട്ട് പ്രിൻ്റ് ചെയ്യും. സംഭവം മനസ്സിലായല്ലോ? ഇത്രയും ടോപ്പിക്ക് മനസ്സിലായില്ലേ?
ഇത്രയും ടോപ്പിക്ക് മനസ്സിലായില്ലേ? ഞാൻ ഓരോ ഇക്വേഷൻസിൽ വർക്കൗട്ട് ചെയ്യാം, ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക. ആദ്യം ഈക്വൽ ടു ടെക്സ്റ്റ് ഫംഗ്ഷൻ, ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് കോമ എന്ത് ചെയ്യുക, ഇൻവെർട്ട് കോമയിൽ 2 പ്രാവശ്യം ഡേറ്റ് പ്രിൻ്റ് ചെയ്യും. ഇതിന് നേരെ ചെയ്യാം കേട്ടോ, നേരെ ചെയ്യാം. ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ ഇൻവെർട്ട് കോമയിൽ 2 പ്രാവശ്യം എം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മന്ത് പ്രിൻ്റ് ചെയ്യും. മനസ്സിലായല്ലോ? പിന്നെ അതേപോലെ തന്നെ ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുത്തു, കോമ ഇൻവെർട്ട് കോമയിൽ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ 2 പ്രാവശ്യം വൈ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കൊല്ലം പ്രിൻ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് പറയുകയാണ്, കോമ ഇൻവെർട്ട് കോമയിൽ നമ്മൾ എന്ത് പറയുകയാണ്, 4 പ്രാവശ്യം ഡി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എന്നാന്നുള്ളത് പ്രിൻ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം കോമ ഇൻവെർട്ട് കോമയിൽ നമ്മൾ 4 പ്രാവശ്യം എം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് മന്ത്, അതിലത്തെ ഏതാ മാസം എന്നുള്ളത് ടെക്സ്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യും. പിന്നെ ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് കോമ ഇൻവെർട്ട് കോമയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, 4 പ്രാവശ്യം വൈ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കൊല്ലം പ്രിൻ്റ്. ഇതുവരെ മനസ്സിലായല്ലോ? ഇതുവരെ മനസ്സിലായില്ലേ? സാർ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ഞാൻ ഇതൊക്കെ റിമൂവ് ചെയ്യാം. ഇതൊക്കെ അതേ സെയിം ഇക്വേഷൻസ് ചെയ്തുള്ള തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ റിമൂവ് ചെയ്യാം, നമ്മൾ സേവ് ചെയ്യാം. ഓക്കെ. ഇനി അടുത്തത് ഇടാം. നിങ്ങൾ നോക്കൂ, എനിക്ക് ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്യണം. മനസ്സിലായ? ഡേറ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്യണം. ഈ ഡേറ്റ് ഔട്ട്പുട്ട് കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യണം. ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഇന്നത്തെ ഡേറ്റ് തന്നെ ഇടാം, 5/8/2021. അപ്പോൾ ഇതെങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയോ ശ്രദ്ധിക്കേണ്ടോ. ആദ്യം നമ്മൾ ഇവിടെ കാണിക്കാം, ശ്രദ്ധിക്കട്ടാ. ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് സെല്ല് കോമ ഇൻവെർട്ട് കോമയിൽ ആദ്യം ഏതാ വേണ്ടത്, കൊല്ലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കൊല്ലം സെറ്റ് ചെയ്യാം. മനസ്സിലായ? ഓക്കെ. 3 വൈ അടിച്ചാലും മതിയിട്ടാ. കോമ പിന്നെ എന്ത് ചെയ്യണം, അടുത്ത എനിക്ക് മന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 4 പ്രാവശ്യം എം യൂസ് ചെയ്യാം. കോമ ഡേറ്റ് ആണ് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 4 പ്രാവശ്യം ഡി ക്രിയേറ്റ് ചെയ്യാം. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? ഇതിന് പകരം ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഞാൻ എന്ത് ചെയ്തു, 3 പ്രാവശ്യം വൈ പ്രസ് ചെയ്തു. ഓക്കെ. കോമ പിന്നെ ഞാൻ എന്ത് ചെയ്തു, 2 പ്രാവശ്യം നമ്മുടെ മന്ത് പ്രസ് ചെയ്തു. കോമ 2 പ്രാവശ്യം നമ്മൾ ഡേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഞാൻ കാണിക്കാം, ശ്രദ്ധിക്കാം. ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം നമ്മൾ 3 പ്രാവശ്യം നമ്മൾ വൈ പ്രസ് ചെയ്തു. ഇൻവെർട്ട് കോമയിൽ കൊടുക്കട്ടോ, ഇൻവെർട്ട് കോമയിൽ കൊടുക്കുക, 3 പ്രാവശ്യം വൈ. അത് കഴിഞ്ഞാൽ കോമ 4 പ്രാവശ്യം എം കോമ അതേപോലെ തന്നെ 4 പ്രാവശ്യം ഡി. ക്ലിയർ ആണല്ലോ? ഒരു മിനിറ്റ്, ഒരു ചെറിയൊരു എററുണ്ട്. ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ്
ആദ്യം ഞാൻ എന്ത് ചെയ്തു 3 പ്രാവശ്യം y കൊടുത്തു, 3 പ്രാവശ്യം y കൊടുത്തു, കോമ, പിന്നെ 3 പ്രാവശ്യം നമ്മുടെ മന്ത് കൊടുത്തു, കോമ, പിന്നെ 2 പ്രാവശ്യം d കൊടുത്തു. ഒരു കാര്യം നമ്മൾ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ കൊടുത്തിട്ടില്ല, സെല്ല് കൊടുക്കണം കേട്ടോ. മനസ്സിലായ? എവിടെ തെറ്റെന്ന് മനസ്സിലായ? നമ്മൾ ആദ്യം സെല്ലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്ലിയർ ആണല്ലോ? എന്താ തെറ്റെന്ന് മനസ്സിലായില്ലേ? നമ്മളിവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഏത് സെല്ലിനെയാണോ കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ള സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അതിനെയാണ് നമ്മൾ ടെക്സ്റ്റ് ഫങ്ഷൻസ് എന്നുള്ള കമാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ടെക്സ്റ്റ് ഫങ്ഷൻസ് മനസ്സിലായല്ലോ? അതിൽ തന്നെ 2 ഓപ്ഷൻസ് കൂടി നമ്മളിവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിവിടെ കുറച്ച് നമ്പർ ഫോർമാറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 145, 21, 24, 12, 222, 25, 47 ഇങ്ങനെയൊക്കെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്കിതിനൊക്കെ ഒരു 6 ഡിജിറ്റൽ നമ്പറാക്കി മാറ്റണം. മനസ്സിലായ? 6 ഡിജിറ്റിൽ നമ്പറാക്കി മാറ്റണം. അതായത് അതിൻ്റെ കൂടെ നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഒരു 0 ആഡ് ചെയ്യണം. ഒക്കെ 6 ഡിജിറ്റിലാക്കി മാറ്റണം. മനസ്സിലായല്ലോ? ഇതിപ്പോൾ വെറും 145, 21 എന്നൊക്കെ ഉള്ളത് അതിൻ്റെ മുന്നിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്പർ പ്രിൻറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, കോമ, ഇൻവെർട്ട് കോമയിൽ നമ്മൾ എന്ത് ചെയ്യുക? 1, 2, 3, 4, 5, 6. സംഭവം മനസ്സിലായല്ലോ? ഇങ്ങനെ നമുക്ക് ഈ ഡാറ്റകളെ കൺവേർട്ട് ചെയ്യാം. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഭാഗം മനസ്സിലായല്ലോ? ഒന്നുകൂടി ഞാൻ പറയാം. ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ, ഇൻവെർട്ട് കോമയിൽ നമ്മൾ എന്ത് ചെയ്യുക? എത്രയാണോ ഡിജിറ്റലാക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത്ര ഡിജിറ്റലാക്കി കൺവേർട്ട് ചെയ്യും. 5 എണ്ണം കൊടുത്തതുകൊണ്ടാണ് 5 ഫയലായിട്ട് മാറി. ക്ലിയർ അല്ലേ? ഇതിൽ തന്നെ ചെറിയൊരു എക്സാമ്പിൾ കൂടി നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. എൻ്റെ കുറച്ച് ഫോൺ നമ്പറുകളൂടെ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ എനിക്ക് എന്ത് ചെയ്യണം? +91 ആഡ് ചെയ്യണം. മനസ്സിലായ? നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്ന ഒരു വർക്കാണ്. ഇതിൻ്റെയൊക്കെ മുന്നിൽ +91 ആഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടെക്സ്റ്റാണ്. ശ്രദ്ധിക്കുക. ഈക്വൽ ടു ടെക്സ്റ്റ് എന്നുണ്ട് സെല്ല് കാണിച്ചു കൊടുക്കുക, കോമ, ഈക്വൽ ടു ടെക്സ്റ്റ് ബ്രാക്കറ്റ് കാണിച്ചു കൊടുത്ത് സെല്ല് കാണിച്ചു കൊടുത്തു, കോമ, ഇൻവെർട്ട് കോമയിൽ +91 സ്പേസ് ആഷ് എന്നുള്ള ചിഹ്നല്ലേ? ക്ലിയർ ആണല്ലോ? ആഷ് എന്നുള്ള ചിഹ്നം സെറ്റ് ചെയ്യുക. അതായത് അതേ സെല്ലിലുള്ള ഡാറ്റ ഇതിലൂടെ എൻ്റർ ചെയ്യാനായിട്ടാണ് ആഷ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായ? അപ്പോൾ നമുക്ക് വല്ല കോഡ് എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ 91 ആഡ് ചെയ്യണം എന്നൊക്കെ വിചാരിക്കാം. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൻ്റെ ഒക്കെ കൂടെ എനിക്ക് എന്ത് ചെയ്യണം? ഒരു കോഡ് ആഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ 00487 എന്നുള്ളൊരു കോഡാണ് എൻ്റർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കണ്ടോ, അതിൻ്റെ കൂടെ നമ്മളത് എൻ്റർ ചെയ്ത് കൊടുക്കും. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കണ്ടില്ലേ 91 ആഡ് ചെയ്ത് തോന്നുന്നുണ്ടല്ലേ നമ്മുടെ ഡാറ്റയുടെ മുന്നിൽ. ഒന്ന് കാണിക്കാം, ശ്രദ്ധിക്കുക. ഈക്വൽ ടു ടെക്സ്റ്റ് സെല്ല് കോമ ഇൻവെർട്ട് കോമയിൽ നമുക്ക് എന്താണോ വേണ്ടത് എന്നുണ്ടെങ്കിൽ അതവിടെ ടൈപ്പ് ചെയ്യാം. അപ്പോൾ +97 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 97 അടിച്ചോളൂ. എന്നിട്ട് ആഷ് ഇട്ട് ഇൻവെർട്ട് കോമ ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ? ഭാഗം മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അപ്പോൾ ടെക്സ്റ്റ് ഫങ്ഷൻസിന് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക.
നമുക്ക് ഇതൊക്കെ എവിടെ ആവശ്യം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചില സ്ഥലത്ത് ചില ഫയലുകളൊക്കെ കൺവേർട്ട് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോഴൊക്കെ ഈ ടെക്സ്റ്റ് ഫങ്ഷൻസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഒന്ന് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. 2 പ്രാവശ്യം ഡി ആണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡേറ്റും, അതേപോലെ തന്നെ 2 പ്രാവശ്യം എം ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് മന്തും, അതേപോലെ തന്നെ 2 പ്രാവശ്യം വൈ ആണ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇയറും ഒക്കെ നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ? ഭാഗം മനസ്സിലായില്ലേ? ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് ടെക്സ്റ്റ് എന്നുള്ള ഫങ്ഷൻസ്. ഓക്കെ, ഞാൻ അതിനൊരു കളർ കൊടുത്തിട്ടുണ്ട്. അടുത്ത് വരുന്നതാണ് ഡേറ്റ് ആൻഡ് ടൈം. ഈ ടെക്സ്റ്റ് പോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ഫംഗ്ഷനാണ് ഡേറ്റും ടൈമും പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻസ്. ഡേറ്റും ടൈമും പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ഇന്നത്തെ ഡേറ്റ് പ്രിൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഈക്വൽ ടു ടുഡേ അല്ലേ? ടുഡേ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് പ്രിൻ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? അതേപോലെ ഈക്വൽ ടു നൗ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റും ടൈമും പ്രിൻ്റ് ചെയ്യും. സംഭവം മനസ്സിലായില്ലേ? ഈക്വൽ ടു ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് പ്രിൻ്റ് ചെയ്യും. ഈക്വൽ ടു നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റും ടൈമും പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതായത് നോക്കൂ, കൺട്രോൾ അമർത്തി പിടിച്ചിട്ട്, ഞാൻ അവിടെ റെഡ് കളറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങളെ ശ്രദ്ധിക്കുക. കൺട്രോൾ അമർത്തി പിടിച്ചിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡേറ്റ് പ്രിൻ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ കൺട്രോളും ഷിഫ്റ്റും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ടൈം പ്രിൻ്റ് ചെയ്തു. പക്ഷേ ഇതുകൊണ്ടുള്ള വ്യത്യാസം, ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഇത് ഫോർമുലകളാണ്. നാളെ വന്നാലും ഇത് അപ്ഡേഷൻ ആവും. മനസ്സിലായല്ലോ? ഞാനിതൊക്കെ കളയാട്ടോ, കൺഫ്യൂഷൻ ആക്കണ്ട. നാളെ വന്നു കഴിഞ്ഞാലും ഇതൊക്കെ എന്തായി മാറും? എല്ലാം അപ്ഡേഷനായിട്ട് മാറും. അതായത് നാളെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 6/8/2021 മാറും. മനസ്സിലായല്ലോ? ഇതെന്തായി മാറും? ഇത് നമ്മൾ ഓപ്പൺ ആക്കണ സമയമായിട്ട് മാറും, ഡേറ്റും ടൈമും മാറും. എന്നാൽ ഇത് രണ്ടും മാറില്ല. മനസ്സിലായ? ഇത് മാറില്ല, ഇതും മാറില്ല. കാരണം എന്താ? ഇത് ഫോർമുലസുകളല്ല, നമുക്ക് ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കട്ടുകൾ മാത്രമാണ്. കണ്ടോ? ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർമുലയാണ് അപ്ലൈ ആയിട്ട് മാറുന്നത്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോർമുലയല്ല, ടെക്സ്റ്റ് ഫങ്ഷൻസാണ്. നാളെ ഒരിക്കലും ഇത് അപ്ഡേറ്റ് ആവില്ല. അതായത് ഷോർട്ട് കട്ടുകൾ മാത്രമാണ്. മനസ്സിലായല്ലോ? ഡേറ്റും ടൈം പ്രിൻ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വല്ല ഫോമുകളിലേക്കൊക്കെയാണ് ഈ ഡാറ്റകളെ പ്രിൻ്റ് ചെയ്യിക്കുന്നത് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാണുന്ന ഫോർമാറ്റുകളിലൂടെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. മനസ്സിലായല്ലോ? ഡേറ്റിൻ്റെയും അതേപോലെ തന്നെ ടൈമിൻ്റെയും കൺസെപ്റ്റുകൾ. ഇത് നമ്മുടെ ഷോർട്ട് ഫോമുകളാണ്. ഇത് ഡേറ്റ് വരാനുള്ളതാണ്. അതേപോലെ തന്നെ ഇത് ഡേറ്റ് ആൻഡ് ടൈം വരാനുള്ളതാണ്. ഇത് ടൈം വരാനുള്ളത്. ക്ലിയർ ആണല്ലോ? ഷോർട്ട് കട്ടുകൾ. ഈ ഭാഗം മനസ്സിലായല്ലോ? ഡേറ്റ് ആൻഡ് ടൈം മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇതിൻ്റെയൊക്കെ വർക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടായിരിക്കണം ഏതാണ് ഇതിൻ്റെ ഫോർമുലാസ്, ഏതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഫോർമുലാസുകൾ എന്നൊക്കെ നമ്മളിതിൽ ഓർമ്മ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഡേറ്റ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. ഈ ഡേറ്റ് എന്താണ്? ഈ ഡേറ്റ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പറയുകയാണ് എനിക്ക് എൻഡ് ഓഫ് ഡേറ്റ് കാണണം. നമ്മളൊരാൾ പറയുകയാണ് ഇന്നിപ്പോൾ എത്രാം തീയതി? അന്ന് 5-ാം തീയതി അല്ലേ? 5/8/2021. ഒരു 10 കൊല്ലം മുന്നേ വരുന്ന ഇന്നത്തെ ഡേറ്റ് ഏതായിരിക്കുക?
ഏതായിരിക്കുക? 5/8/2011 അല്ലേ? അതേപോലെ ഒരു ഡേറ്റിൽ നിന്ന് മറ്റൊരു ഡേറ്റിലേക്കുള്ള റിസൾട്ട്, അതായത് ഒരു ഇന്ന ഡേറ്റിൽ നിന്ന് ഒരു 8 മാസം കഴിഞ്ഞാൽ വരുന്ന ഡേറ്റ്, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ നിന്ന് ഒരു 7 മാസം ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ വരുന്ന ഡേറ്റ്, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ നിന്ന് ഒരു 18 മാസം ഫ്രണ്ടിലേക്ക് വന്നാലുള്ള ഡേറ്റ്, ഇന്ന ഡേറ്റിൽ നിന്ന് ഇന്ന ഇത് കൊടുത്താലുള്ള ഡേറ്റ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷൻസ് ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിന്നുകൊണ്ട് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നു. ഈക്വൽ ടു ഈ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ഈ ഡേറ്റ് ക്ലിയർ ആണല്ലോ? ഫോർമുല മനസ്സിലായല്ലോ? ഒന്ന് വലുതാക്കാം. ഈക്വൽ ടു ഈ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന സെല്ല് കോമ എത്ര മാസം. മനസ്സിലായ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റിസൾട്ട് ഇങ്ങനെ ജനറൽ കൺസെപ്റ്റിലാണ് വരിക. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഹോമിൽ ഇവിടെ ഡേറ്റിൻ്റെ ഫോർമാറ്റാക്കി കൺവേർട്ട് ചെയ്യും. സംഭവം മനസ്സിലായ? ഇവിടെ നമ്മൾ ഇന്നത്തെ ഡേറ്റ് കൊടുത്ത് നോക്കിയൊക്കെ 5/8/2021. മനസ്സിലായ? അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 5 ഏപ്രിൽ 2022 എന്നായിട്ട് മാറും. ഭാഗം മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ ഞാൻ പറയാം. ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഈ ഡേറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് സെല്ല് കോമ എത്ര മാസം കഴിഞ്ഞിട്ടാണോ വരേണ്ടതെന്നുണ്ടെങ്കിൽ ആ എൻട്രി അവിടെ വെക്കുക. ക്ലിയർ അല്ലേ? ഇനി അത് നമ്മളിവിടെ ഈ ഡേറ്റിന് പകരം ഞാനിവിടെ നോക്കൂ, ഇന്നത്തെ ഡേറ്റ് തന്നെ ഞാനിവിടെ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഇത് നിങ്ങളുടെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്ത് നോക്കിയൊക്കെ നിങ്ങൾ. ഇന്ന ഡേറ്റിൽ നിന്ന് -7 മാസം കഴിഞ്ഞാൽ മുന്നേ വരുന്ന ഡേറ്റ്, ഇന്ന ഡേറ്റിൽ നിന്നും 18 മാസം കഴിഞ്ഞാൽ വരുന്ന ഡേറ്റ്, ഇന്ന ഡേറ്റിൽ നിന്ന് 18 മാസം ബാക്കിലേക്ക് പോയാൽ വരുന്ന ഡേറ്റ്. ക്ലിയർ ആണല്ലോ? ഈ ഡേറ്റ് മനസ്സിലായില്ലേ? ഈ ഡേറ്റ് മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു ഈ ഡേറ്റ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ഇന്ന സെല്ല് കോമ ഇന്ന സെല്ല്. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ വരുന്ന മറ്റൊരു ഓപ്ഷൻസ് ആണ് എൻഡ് ഓഫ് മന്ത്. ഈ എൻഡ് ഓഫ് മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ 10/10/2019 തൊട്ടിട്ട് 2 മാസം കഴിഞ്ഞാൽ വരുന്ന എൻഡ് ഓഫ് മന്ത്, ആ മന്തിലത്തെ അവസാനത്തെ ദിവസം. മനസ്സിലായല്ലോ? നേരത്തെ നമ്മളിവിടെ പറഞ്ഞത് എന്തായിരുന്നു? ഇപ്പോൾ 5, നമ്മുടെ ഈ ഡേറ്റ് തന്നെ എടുക്കട്ടെ, 5/8/2021. ഓക്കെ, 2 മാസം കഴിഞ്ഞാൽ അപ്പുറത്ത് എന്താ വരിക? 5/10/2021 അല്ലേ വരിക? 5/10/2021 അല്ലേ വരിക? അതിന് പകരം നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നിന്നുകൊണ്ട് എൻഡ് ഓഫ് മന്ത്. മനസ്സിലായല്ലോ? എൻഡ് ഓഫ് മന്ത്, അതായത് ഈക്വൽ ടു എൻഡ് ഓഫ് മന്ത് കൊടുക്കുക. ഇ ഓ മന്ത് ആണ് കേട്ടോ, ഇക്വേഷൻസ് ഇ ഓഫ് മന്ത് ആണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 മാസം കഴിഞ്ഞ് വരുന്ന മാസത്തിലത്തെ അവസാനത്തെ ദിവസം. അപ്പോൾ നമ്മളോട് ഒരാൾ പറയുകയാണ്, അടുത്ത 2 മാസം അവസാനിക്കുന്നതിൻ്റെ ഉള്ളിലായിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ 2 മാസം കൊടുക്കുമ്പോൾ ശരിക്കും നോർമലായിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇന്ന് 5/8/2021 ആണെന്നുണ്ടെങ്കിൽ 5/8/2021, അതേപോലെ തന്നെ 5/8/2021, അതേപോലെ തന്നെ 5/9/2021, 5/10/2021 അല്ലേ വരിക? അതിന് പകരം ആ 2ാമത്തെ മാസം
10 അവസാനിക്കുന്ന ലാസ്റ്റത്തെ ദിവസം. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായ? ക്ലിയർ അല്ലേ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലേ? ആ സാർ മനസ്സിലായി. ക്ലിയർ ആണല്ലോ? അപ്പോൾ എൻഡ് ഓഫ് മന്ത് ഇട്ടാ, എൻഡ് ഓഫ് മന്ത്, അതായത് ഇക്വേഷൻസ് ഇത്രയുള്ളൂ. ഇയോ മന്ത് ഇട്ടാ, ഇയോ മന്ത്. ഓക്കെ, എൻഡ് ഓഫ് മന്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ അടുത്ത ഓപ്ഷൻസിലേക്ക് കടക്കാൻ പോവാണ്. ഇഫ് ആൻഡ് കണ്ടീഷൻ ഫോർമാറ്റ്. ഇഫ് ആൻഡ് കണ്ടീഷൻ ഫോർമാറ്റ് നോക്കൂ. ഇവിടെ ഞാൻ പേര്, സ്കോർ, റിസൾട്ട് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഈ റിസൾട്ട് ഞാൻ മാറ്റുന്നതിനനുസരിച്ച് ഇപ്പോൾ 75 മാർക്ക് കിട്ടിയവരൊക്കെ പാസ്ഡ് ആവണം, ബാക്കിയുള്ളവരൊക്കെ തോൽക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 75 മാർക്ക് കിട്ടിയവരൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പച്ച കളറിൽ വന്നിട്ടുണ്ട് അല്ലേ? പാസ്ഡ് പറഞ്ഞിട്ടുണ്ട് ആണല്ലോ. ഇനിയിപ്പോൾ ഞാൻ എന്ത് പറയണം? ഈ 75 പകരം ഞാൻ പറഞ്ഞു നിന്ന് ഒരു 50 മാർക്കിന് മേലുള്ളവരൊക്കെ ജയിക്കണം. ഇപ്പം എന്താ അവിടെ സംഭവിച്ചത്? 75 ആളുടെ ജയിച്ചു, 75 ജയിച്ചു, 52 ജയിച്ചു, 53 ജയിച്ചു. ഇല്ലേ? ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായല്ലോ? എന്നാൽ ഇവിടെ നമ്മൾ പറയുകയാണ് എന്തെന്ന്, നമ്മൾ എങ്ങനെയാണ് ഈ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ പറയുകയാണ് 75 പകരം ഞാനൊരു 80 കൊടുക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും തോറ്റു. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള 2 ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇഫിൻ്റെ ഇക്വേഷൻസും കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൻ്റെ ഇക്വേഷൻസും. ഞാനിതൊക്കെ ഒന്ന് കളയാം, എന്നിട്ട് ആദ്യം തൊട്ടിട്ട് സെറ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. ഈക്വൽ ടു ഇഫ് ആണെങ്കിൽ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയേക്കാൾ ഞാൻ പറഞ്ഞു ഈ സെല്ലിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയേക്കാൾ വലുതാണെങ്കിൽ, സംഭവം മനസ്സിലായ? അപ്പം ഞാൻ പറഞ്ഞു എന്തെന്ന്, ഒരു 70-നേക്കാൾ വലുതാണെങ്കിൽ കോമ ഇൻവെർട്ട് കോമയിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൂടെ സംഭവിച്ചിട്ടുണ്ട്. ഈക്വൽ ടു ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ സെല്ലിനേക്കാൾ, അങ്ങനെ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? F6-നേക്കാൾ വലുതാണ് G2 എന്നുള്ള സെല്ല് എങ്കിൽ കോമ ഇൻവെർട്ട് കോമയിൽ പാസ്, അല്ലെങ്കിൽ ഫെയിൽ. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഒന്നുകൂടി ഞാൻ പറയാം, എല്ലാവരും ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇഫ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് ക്ലിക്ക് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ സെല്ലിനേക്കാൾ. നമ്മൾ നമ്പർ അടിച്ചു കൊടുക്കുന്നതിന് പകരം ആ സെല്ല് കാണിച്ചു കൊടുക്കും. ക്ലിയർ ആണല്ലോ? കോമ, അങ്ങനെയാണെങ്കിൽ ഇൻവെർട്ട് കോമയിൽ പാസ്, കോമ ഇൻവെർട്ട് കോമയിൽ ഫെയിൽ. സംഭവം മനസ്സിലായ? ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എൻ്റർക്ക് പ്രസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഇത് ഡ്രാഗ് ചെയ്യുമ്പോൾ തെറ്റും. കാരണം എന്താ ഉണ്ടായത്? ഇവിടെ വന്നു, പക്ഷെ ഇവിടേക്കൊക്കെ ഡ്രാഗ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യത്തെ ആള് ഫെയിലാണ്, ശരിയാണ് അല്ലേ? 80-നേക്കാൾ കുറവാണിത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? 80-നേക്കാൾ കുറവാണ് 45, പക്ഷെ ഇവിടെ പാസ്സായി. എന്താ കാരണം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതായത്
അതായത് ഞാനിവിടെ ഇക്വേഷൻസ് ചെയ്ത സമയത്ത് ഇതിങ്ങനെ അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ, എല്ലാവരും ശ്രദ്ധിക്കട്ടെ, അത് അടിയിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇത് ഡ്രാഗ് ചെയ്യണതിനനുസരിച്ച് ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലും അടിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. മനസ്സിലായ? ഇവിടെ എന്തുണ്ടായത് കണ്ട, ഈ സെല്ലിന് പകരം ബ്ലാങ്ക് സെല്ലാണ്, അതുകൊണ്ടാണ് അവിടെ ജയിച്ചത് അയാൾ. ഇവിടെ എന്തുണ്ടായത്, ഈ സെല്ലിന് പകരം ഈ സെല്ലാണ്. ഇവിടെ എന്തുണ്ടായത്, ഈ സെല്ലിന് പകരം റിസൾട്ട് എന്നുള്ള സെല്ലാണ്. മനസ്സിലായ? നമ്മളിതിങ്ങനെ ഓരോ പ്രാവശ്യം താഴ്ത്തേക്ക് ഇറക്കുമ്പോഴും ഇതും ഓട്ടോമാറ്റിക്കായിട്ട് താഴ്ത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അതിന് നമ്മളൊരു ഒരു എളുപ്പവഴി പറഞ്ഞിട്ടുണ്ടല്ലോ. ആർക്ക് പറയാൻ പറ്റുക? സെല്ല് മാറാതിരിക്കാനായിട്ട് എക്സലിൽ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് എന്താ? ഡോളറിന്റെ സിമ്പിൾ കോൺസ്റ്റന്റ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ G2 എന്നുള്ള സെല്ലുണ്ടല്ലോ, അതായത് 80 എന്നുള്ള സെല്ലിൻ്റെ അവിടെ വെച്ചിട്ട് നിങ്ങൾ F4 എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് എൻ്റർ അടിച്ചു കൊടുക്കുക. ഇനി ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും തോറ്റു. കാരണം എന്താ, ആർക്കും 80 മാർക്ക് കിട്ടിയിട്ടില്ല അല്ലേ? ഞാനിവിടെ ഒരു 70 കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ട 2 ആൾ ജയിച്ചത് കണ്ട. മറിച്ച് 50 കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ 4 ആൾ ജയിച്ചു. സംഭവം മനസ്സിലായല്ലോ? ഇനി കണ്ടീഷൻസ് എങ്ങനെ കൊടുക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടീഷൻസ് ക്ലിയർ ചെയ്യണത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇഫിൻ്റെ ഫങ്ഷൻസ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. കണ്ടീഷൻസ് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ആൻസർ ഇവിടെ പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇനി കണ്ടീഷൻസ് കൊടുക്കാനായിട്ട് ഞാൻ ആ ഭാഗം സെലക്ഷൻ ചെയ്യാം. ആ ഭാഗം സെലക്ഷൻ ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൻ്റെ ഉള്ളിൽ ഇവിടെ നിന്ന് ഹൈലൈറ്റ് സെൽ റൂൾസ് ഈക്വൽ ടു, സംഭവം മനസ്സിലായല്ലോ? ഹൈലൈറ്റ് സെൽ റൂൾസ് ഈക്വൽ ടു ഞാൻ പറയുകയാണ് ഇവിടെ പാസ് എന്നാണെങ്കിൽ നമ്മളെ കണ്ടീഷൻസ് ഇവിടെ കൊടുക്കുക. സംഭവം മനസ്സിലായ? വീണ്ടും സെലക്ഷൻ ചെയ്തു. ഹോമിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൻ്റെ ഉള്ളിൽ ഹൈലൈറ്റ് സെൽ റൂൾസ് ഈക്വൽ ടു എന്ത്? ഫെയിലാണെങ്കിൽ, മനസ്സിലായല്ലോ? ഫെയിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ലൈറ്റ് റെഡ് ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ് കൊടുക്കും. ഓക്കെ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫയലിനെ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഈ കണ്ടീഷൻസ് മനസ്സിലായ? ഇഫ് ആൻഡ് കണ്ടീഷൻ ഫോർമാറ്റിംഗ് മനസ്സിലായില്ലേ? ഒന്നുകൂടി ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം. ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ സെല്ലിനേക്കാൾ, മനസ്സിലായില്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ സെല്ലിനേക്കാൾ കോമ. അങ്ങനെയാണെങ്കിൽ ഇൻവെർട്ട് കോമയിൽ പാസ്, കോമ ഇൻവെർട്ട് കോമയിൽ ഫെയിൽ. ആദ്യം ഈ കണ്ടീഷൻസ് സെറ്റ് ചെയ്യുക. പിന്നെ ഇതിൽ കണ്ടീഷൻസ് കൊടുക്കുന്നത് എന്താണ്? സെലക്ഷൻ ചെയ്യുക. ഹോമിൻ്റെ ഉള്ളിൽ കണ്ടീഷൻ ഫോർമാറ്റിംഗ്. ക്ലിയർ ആണല്ലോ? ഈ കണ്ടീഷൻ ഫോർമാറ്റിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ഹൈലൈറ്റ് സെൽ റൂൾസ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ പാസ് ഫെയിൽ എന്നൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈക്വൽ ടു കൊടുത്താൽ മതി. ഈക്വൽ ടു പാസ്സാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഗ്രീൻ ഫിൽ വിത്ത് ഡാർക്ക് റെഡ് ടെക്സ്റ്റ് കൊടുക്കും. ഓക്കെ പറയാം. അതേ സെല്ലിൽ തന്നെ കണ്ടീഷൻ ഫോർമാറ്റിംഗ് ഈക്വൽ ടു ഫെയിലാണെങ്കിൽ നോക്കൂ, ലൈറ്റ് റെഡ് ഫിൽ വിത്ത്. അപ്പോൾ നമ്മളിതിൻ്റെ ഡ്രാഗ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഡ്രാഗ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സെല്ലിന് ഡോളർ കൊടുക്കാനായിട്ട് മറക്കരുത്, കോൺസ്റ്റൻ്റ് ആക്കാനായിട്ട് മറക്കരുത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും രശ്മ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, കുഴപ്പമില്ല കേട്ടോ. അർച്ചന എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ റെഫർ ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെയിൽ അയച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്യും കേട്ടോ. ഓക്കെ, ഇനി
അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കട്ടെ. നിങ്ങൾക്കൊരു ബോണസ് എന്നിട്ട് ഇക്വേഷൻസ് പറഞ്ഞു തന്നിട്ടില്ലല്ലോ? ഇല്ല. ഒരു അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ബോണസ് എന്നുള്ള ഒരു ഫങ്ഷൻസ് ആണ്. ബോണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ്, കമ്പനിയിലെ സെയിൽസിനനുസരിച്ച് ബോണസ് കൊടുക്കും. ഫോർ എക്സാമ്പിളായിട്ട് സീരിയൽ നമ്പർ, നെയിം, ബേസിക് സാലറി, നെയിം, ബേസിക് സാലറി, സീരിയൽ നമ്പർ, നെയിം, ബേസിക് സാലറി. പിന്നെ അതേപോലെ തന്നെ ഞാൻ എന്ത് പറയാണ്, ടാർജറ്റ്, സെയില്, ബോണസ്, നെറ്റ് സാലറി. ഡാറ്റ ഞാനിവിടെ കോപ്പി ചെയ്തു. ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഒരു ടാർജറ്റ് കൊടുക്കുന്നെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇയാൾക്ക് 750 എണ്ണം വിൽക്കണം, ഇയാളൊരു 650 എണ്ണം വിൽക്കണം, ഇയാളൊരു 750 എണ്ണം, 745, 845, 856, 985, 745, 854, 785, 874, 875 ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ടാർജറ്റ് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? അടുത്തത് സെയിൽ ചെയ്തത്. അപ്പോൾ അനു 800 എണ്ണം വിറ്റു, ഇയാൾ 600 എണ്ണം വിറ്റു, 800 എണ്ണം വിറ്റു, 700 എണ്ണം വിറ്റു, 800 എണ്ണം വിറ്റു, 750 എണ്ണം വിറ്റു, 900 വിറ്റു, 750 വിറ്റു, 850 വിറ്റു, 850 വിറ്റു, 950 വിറ്റു. ഇതൊക്കെ സെയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ക്ലിയർ ആണല്ലോ? സെയിൽ ചെയ്തിട്ടുള്ള ആൾക്കാർ മനസ്സിലായല്ലോ? ഇനി ഞാൻ ചെയ്യാൻ പോണത്, ഇതിൽ ആർക്കൊക്കെ ബോണസ് കൊടുക്കാം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആർക്കൊക്കെ ബോണസ് കൊടുക്കാം? ആർക്കൊക്കെ കൊടുക്കാം? ടാർജറ്റ് മുട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ആരൊക്കെയാണ് ടാർജറ്റ് മുട്ടിയിട്ടുള്ളവര്? അനുവിന് ടാർജറ്റ് മുട്ടിയില്ല അല്ലേ? ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഡാറ്റയായ കാരണം നമുക്ക് അനുവിന് ടാർജറ്റ് മുട്ടിയിട്ടുണ്ട്. പിന്നെ ഇയാൾക്ക് മുട്ടിയിട്ടുണ്ട് അല്ലേ? സീനത്തിന് ടാർജറ്റ് മുട്ടിയിട്ടുണ്ട്, സെയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ആരൊക്കെയായിരുന്നു? ഇവൻ മോഹിനിക്ക് കൊടുത്തിട്ടുണ്ട്, ദീപയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മാത്രമേ ബോണസ് കൊടുക്കാൻ പാടുള്ളൂ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ ഇക്വേഷൻസ് ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഈ ഇക്വേഷൻസ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? എങ്ങനെ ചെയ്താലാണ് ഈ ഇക്വേഷൻസ് വർക്കൗട്ട് ചെയ്യാന്നുള്ളത്? എങ്ങനെ ചെയ്താലാ? ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ഇഫ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യാം. ഞാൻ പറയാം, സമയം കളയണ്ട. ഈക്വൽ ടു ഇഫ് ആണെങ്കിൽ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ്, ഈ സെല്ല് സെയിൽസിൻ്റെ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടാർജറ്റിനേക്കാൾ വലുതാണെങ്കിൽ, കണ്ട മനസ്സിലായ ക്വസ്റ്റ്യൻ?
സെയിൽസിൻ്റെ സെല്ല് ടാർജറ്റിനേക്കാൾ വലുതാണെങ്കിൽ, അതാണല്ലോ ഈ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് എന്ന് പറയുമ്പോൾ ആണെങ്കിൽ, കോമ നമ്മളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ബേസിക് സാലറി ഇൻറ്റു ഒരു 8%. ബേസിക് സാലറിയുടെ ഒരു 8%ആണ് ബോണസ്. ശമ്പളത്തിൻ്റെ ഒരു 8% ബോണസ് കൊടുക്കുന്നുണ്ടെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ 0. മനസ്സിലായല്ലോ? ഇനി നിങ്ങളത് ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് നോക്കിയൊക്കെ. മനസ്സിലായ? ടാർജറ്റ് മുട്ടിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ബോണസ് പ്രിന്റ് ചെയ്ത് കണ്ട. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണോ? നോക്കൂ, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. ഈക്വൽ ടു ഇഫ്. ഇഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണെങ്കിൽ അല്ലേ? ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറയാണ് സെയിൽസ് വലുതാവണം. എന്തിനേക്കാൾ? ടാർജറ്റിനേക്കാൾ. മനസ്സിലായ? സെയിൽസ് എന്നുള്ള സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടാർജറ്റിനേക്കാൾ ആണെങ്കിൽ, കോമ ഇൻവെർട്ട് കോമയിലെ നമ്മൾ എന്ത് ചെയ്യും? ഇൻവെർട്ട് കോമയിലെ ഞാൻ എന്ത് ചെയ്യണം? ഇൻവെർട്ട് കോമയിലെ ബേസിക് സാലറി ആണെങ്കിൽ ബേസിക് സാലറി ഇൻറ്റു എത്ര ശതമാനമാണെന്നുണ്ടെങ്കിൽ അത്ര ശതമാനം കൊടുക്കുക. ഇൻവെർട്ട് കോമ കൊടുക്കണ്ട, എത്ര ശതമാനം കൊടുക്കുക, കോമ അല്ലെങ്കിൽ 0. മനസ്സിലായില്ലേ? അപ്പോൾ ടാർജറ്റ് മുട്ടിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ബോണസ് പ്രിന്റ് ചെയ്ത് ഉണ്ടാവും. ഇനി ഈക്വൽ ടു ബേസിക് സാലറി പ്ലസ് ബോണസ് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ശമ്പളത്തിൻ്റെ കൂടെ ബോണസ് പ്രിന്റ് ചെയ്ത് വരും. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അതേപോലെ തന്നെ അടുത്തത് വരുന്നതാണ് കമ്മീഷൻ ബേസ് ചെയ്തിട്ട്. ഇത്ര നേരം നമ്മൾ എല്ലാവർക്കും ഒരു പ്രത്യേക പേഴ്സൻറ്റേജാണ് കൊടുത്തിരുന്നത് അല്ലേ? ബോണസ് മുട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ, സെയിൽസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഇത്ര ശതമാനം എന്താ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളൊരു കണ്ടീഷൻസ് വെച്ചിട്ട് ബോണസ് ക്രിയേറ്റ് ചെയ്യണം, കമ്മീഷൻ ക്രിയേറ്റ് ചെയ്യണം. നമ്മളോട് പറഞ്ഞു സെയിൽസ് 10,000 കുറവാണെന്നുണ്ടെങ്കിൽ കമ്മീഷനൊന്നുമില്ല. 15,000 മുകളിലാണെങ്കിൽ 15% കമ്മീഷൻ കിട്ടും. 15,000 10,000 ഇടയിലാണെന്നുണ്ടെങ്കിൽ 10% കമ്മീഷൻ കിട്ടും. മനസ്സിലായല്ലോ? ഫസ്റ്റ് മനസ്സിലായ? അതായത് 15,000 മുകളിലാണെങ്കിൽ 15% സെയിൽസ് കിട്ടാം. സെയിൽസ് 15,000 മുകളിലാണെങ്കിൽ 15% കമ്മീഷൻ കിട്ടണം. ഓക്കെ. അതേപോലെ തന്നെ 10,000 15,000 ഇടയിലാണെങ്കിൽ 10%, 10,000 താഴെയാണെന്നുണ്ടെങ്കിൽ കമ്മീഷൻ ഇല്ല. ക്ലിയർ ആണല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്? വർക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. ആദ്യം നമ്മൾ ഇഫിൻ്റെ മൾട്ടിപ്പിൾ ഇഫ്, നെസ്റ്റഡ് ഇഫ് എന്നുള്ളൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഗ്രേഡ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതേ ഫോർമുല തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് കേട്ടോ. നോക്കൂ, ഞാൻ ഇവിടെ കാണിക്കാം. ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഈ സെല്ല് ആദ്യം വലുതിൻ്റെ മുകളിൽ നിന്ന് തുടങ്ങുക. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15,000 മുകളിലാണെങ്കിൽ, കോമ എത്ര ശതമാനം പറഞ്ഞിട്ടുള്ള കമ്പനി? 15% അല്ലേ? സെയിൽസിൻ്റെ 15%. സെയിൽസ് ഇൻറ്റു 15%. ക്ലിയർ ആണല്ലോ? F7 എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? സെയിൽസിൻ്റെ സെല്ലാട്ടാ. ഇനി കോമ വീണ്ടും ഇഫ്, വീണ്ടും ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ വീണ്ടും ആ സെല്ല് സെലക്ഷൻ ചെയ്ത് വെച്ച് കൊടുത്ത് പറഞ്ഞു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയേക്കാൾ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയേക്കാൾ. ഞാൻ പറഞ്ഞു അടുത്ത കണ്ടീഷൻസ് എന്താ, 10,000 മുകളിലാണെങ്കിൽ അല്ലേ, 10,000 മുകളിലാണെങ്കിൽ കോമ ഇൻവെർട്ട് കോമയിലെ എന്താണ്, ഇൻവെർട്ട് കോമ കൊടുക്കണമെന്നില്ല, നമ്മൾ സെയിൽസിൻ്റെ സെല്ല് ഇൻറ്റു എത്ര ശതമാനം പറഞ്ഞുള്ളത്, 10%. ക്ലിയർ ആണല്ലോ. കോമ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ 0. അവസാനത്തിന് നമ്മൾ കണ്ടീഷൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ. എത്ര ബ്രാക്കറ്റ് ഇട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അടിക്കുക. ഇനി നിങ്ങൾ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് നോക്കി നോക്കൂ, കണ്ട 12,000 ഇടയിലായ കാരണം ആ 12,000 10% കിട്ടി. ഇവിടെ നോക്കി നോക്കൂ, 15,000 മേലെ ആയ കാരണം എത്ര ശതമാനം കിട്ടി. സംഭവം മനസ്സിലായ? ക്ലിയർ ആണല്ലോ. കമ്മീഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്ന സെല്ല് വെച്ച്, നേരത്തെ നമ്മൾ വെറും ടാർജറ്റ് മുട്ടിയിട്ടുള്ള ആൾക്കാർക്ക് 8% കൊടുത്തത് അല്ലേ, ടാർജറ്റ് മുട്ടിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ 8% കൊടുത്തത്. ഇവിടെ നമ്മൾ അതല്ല ചെയ്തത്. ഇവിടെ നമ്മൾ ഓരോ പർട്ടിക്കുലർ സെല്ലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യണത്, കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായ? ഇനി പറയണ്ടല്ലോ, ഇക്വേഷൻസ് മനസ്സിലായില്ലേ? നമ്മൾ വേണമെങ്കിൽ ജസ്റ്റ് കാണിക്കാം, ശ്രദ്ധിക്കാം. ഈക്വൽ ടു ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എത്രയേക്കാൾ, 15,000 മുകളിലാണെങ്കിൽ, അപ്പോൾ ആദ്യം 15,000 കൊടുക്കണം ആണെങ്കിൽ, കോമ സെയിൽസ് ഇൻറ്റു എത്ര ശതമാനം പറഞ്ഞുള്ള കമ്പനി, 15%, കോമ വീണ്ടും ഇഫ്, വീണ്ടും ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, വീണ്ടും ആ സെല്ല് തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10,000 മുകളിലാണെങ്കിൽ, കോമ എന്ത് ചെയ്യണം, ആ സെല്ല് ഇൻറ്റു എത്ര ശതമാനം, 10%, സെയിൽസ് ഇൻറ്റു 10%, കോമ അല്ലെങ്കിൽ 0. എത്ര ബ്രാക്കറ്റ് ഇട്ടുണ്ടോ അത്രയും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എൻ്റർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് കുറച്ച് എളുപ്പമുള്ള വർക്കുകളാണ്. നമ്മള് ക്ലാസ് കുറച്ച് അധികം എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല സർ. കുറച്ച് നമുക്ക് ഇപ്പൊ തന്നെ കുറെ ബെൻഡിങ് ആണ്. എനിക്ക് മാത്രമാണോ അറിയില്ല, മുഴുവനായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷെ ചെയ്ത് വരുമ്പോ നമുക്ക് ഈ സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കുഴപ്പമില്ല. നമ്മളപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ ഇപ്പൊ തന്നെ എനിക്ക് തേർഡ് ക്ലാസ്സും അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, തേർഡ് ക്ലാസ്സിലും ഫോർത്ത് ക്ലാസ്സിലും തന്നെ നമുക്ക് വർക്ക് സാറിന്റെ കൂടെ തന്നെ ചെയ്ത് എത്തണ്ടേ. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല. കുഴപ്പമില്ല. ഞാൻ അതെന്താ വെച്ചാലേ നമ്മുടെ ഡ്യൂറേഷൻ്റെ ഉള്ളിൽ നമുക്ക് ക്ലാസ് ക്ലോസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. കുഴപ്പമില്ല. എന്തായാലും ഞാൻ അധികം പറയുന്നില്ല. കാരണം വെച്ചാൽ ഇതിലിങ്ങനെ കുറെ വർക്കുകളായതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് വരാൻ സാധ്യതകളുണ്ട്. ഞാൻ ഈ ബാക്കിയുള്ള ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടാണ്. ഈ വർക്ക് കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഒരു വർക്കേ പറയുന്നുള്ളൂ കേട്ടോ, ഒരു വർക്ക് കൂടി പറയുന്നുള്ളൂ. നമുക്ക് ഇത് വളരെ എളുപ്പമുള്ളതാണ്. ആർക്കെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ. ഞാൻ തുടക്കത്തിലേ തന്നെ പറയുന്നത് അതുകൊണ്ടാണ്. അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഒരു ചെറിയൊരു വർക്കും കൂടി പറയുന്നുള്ളൂ ജിബിനെ. അത് കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ലെഫ്റ്റ് ലെങ്ത്ത്, ലെഫ്റ്റ്, റൈറ്റ്, മിഡ് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷൻസ് ആണ്. ലെഫ്റ്റ് റൈറ്റ് മിഡ് എന്നൊക്കെയുള്ളൊരു ഫങ്ഷൻസ്. ഒന്നുമില്ല, ഒന്ന് നമ്മൾ എത്ര ലെങ്ത്ത് ഉണ്ട് എന്ന് പ്രിൻ്റ് ചെയ്യിക്കുകയാണ്. എത്ര ലെങ്ത്ത് ഉണ്ട് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യിക്കുകയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ
നമ്മൾ ഈ ജിജോ എന്ന് എഴുതിയത് എത്ര ലെങ്ത് ഉണ്ടെന്ന് മാത്രമാണ് അവിടെ കാണിക്കുന്നത്. ഈക്വൽ ടു ലെങ്ത്. ക്ലിയർ ആണല്ലോ? ലെങ്ത്ത് പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വെറുതെ ലെങ്ത്ത് LEN അടിച്ചിട്ട് നമ്മൾ സെല്ല് കാണിച്ചു കൊടുത്താൽ മതി. ഇനി അടുത്തത് ലെഫ്റ്റ് ആണ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുകയാണ് ഇതിലത്തെ ഈക്വൽ ടു LEFT ലെഫ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് ഈ സെല്ല് കോമ അവിടെ നിന്ന് ഇങ്ങോട്ട് 4 എണ്ണം വന്നാൽ മതി, അല്ലെങ്കിൽ 3 എണ്ണം വന്നാൽ മതി. മനസ്സിലായ? ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 3 എണ്ണം മാത്രം പ്രിന്റ് ചെയ്യിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞാൻ പറയാം ഈക്വൽ ടു ലെഫ്റ്റ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, സെല്ല് കോമ 3 അടിച്ച് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്ത് എൻ്റർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തായി മാറി? ആ ഭാഗം അവിടെ ലെഫ്റ്റ് മാത്രം പ്രിൻ്റ് ചെയ്തു. ഇതന്നെ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് പ്രിൻ്റ് ചെയ്യിക്കാം. ഈക്വൽ ടു റൈറ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ റൈറ്റ് സൈഡിൽ നിന്ന് 3 എണ്ണമാണ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 എണ്ണം റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് പ്രിൻ്റ് ചെയ്യും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ലെഫ്റ്റ് റൈറ്റ്. പിന്നെ മിഡാണ് ഈക്വൽ ടു MID. മിഡ് നമ്മൾ സെല്ല് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് പറയാണ് കോമ 4ൻ്റെ അവിടെ നിന്ന് തുടങ്ങണം, കോമ 3ൻ്റെ അവിടെ അവസാനിക്കണം. സംഭവം മനസ്സിലായ? ഈ 4ൻ്റെ അവിടെ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ JIJO. പിന്നെ ഒരു സ്പേസ് ഉള്ള കാരണം സ്പേസും കൂടി കൂട്ടും, എന്നിട്ട് K എന്നുള്ള കമാൻഡ് ക്ലിക്ക് ചെയ്യാനായിട്ട്. മനസ്സിലായ? ഡൗട്ടില്ലല്ലോ? ഈ ഭാഗം മനസ്സിലായില്ലേ? ലെഫ്റ്റ് റൈറ്റ് വളരെ എളുപ്പമാണ്. ഒന്ന് ലെങ്ത്ത് പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട്, പിന്നെ നമുക്ക് ലെഫ്റ്റ് പ്രിൻ്റ് ചെയ്യിക്കാനായിട്ട് കോമ ഇട്ടിട്ട് എത്ര സെല്ലാന്ന് കാണിച്ചു കൊടുക്കുക. ക്ലിയർ ആണല്ലോ? പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു സെല്ലിൻ്റെ കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിചാരിക്കാം. ഫോർ എക്സാമ്പിളായിട്ട് പറയുന്നത് നമുക്കൊരു കോഡ് ഉണ്ട്, ആ കോഡ് ഇതിൻ്റെ കൂടെ എൻ്റർ ചെയ്യണം എന്ന് വിചാരിക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈക്വൽ ടു LEFT ലെഫ്റ്റ് സെല്ല് ക്ലിക്ക് ചെയ്യുക, കോമ 3 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം ആൻഡ് എന്നുള്ള സിമ്പിളില്ലേ നമ്മുടെ കീബോർഡുമേ, അതുവഴി എന്താണോ നമുക്ക് എൻ്റർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ലെങ്ത്ത് ലെഫ്റ്റ് റൈറ്റ് മിഡ്. ഓക്കെ, ക്ലിയർ ആയ? ഈ ഭാഗം മനസ്സിലായ? ഈ ഭാഗം മനസ്സിലായ നിങ്ങൾക്ക്? ക്ലിയർ ആണല്ലോ? ഓക്കെ, ബാക്കിയുള്ള ടോപ്പിക്ക് നമ്മളെടുത്ത് ഇപ്പോൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ബാക്കിയുള്ള ഞാനിവിടെ ഒന്ന് റിമൂവ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് പറയാം. അധികം ടെൻഷനുകളൊന്നും ഇല്ല കേട്ടോ. അതൊരു ഫോർമുലാസുകളാണ്. ഈ 2 ക്ലാസ് കുറച്ച് ടഫുള്ള ക്ലാസ്സുകളാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ 2 ക്ലാസ്സുകൾ, കാരണം വെച്ചാൽ കുറെ ഫോർമുലാസുകളായ കാരണമാണ്. ഫോർമുല ക്രിയേഷൻ ഒരുപാട് ലെങ്തി ആയതുകൊണ്ട് നമുക്ക് ചെയ്ത് അല്ല കുഴപ്പമില്ല. അത് പറഞ്ഞത് നന്നായി. കാരണം എന്താ വെച്ചാൽ എനിക്ക് മാത്രമാണോ ഈ പ്രോബ്ലം എനിക്കറിയില്ല. ഇല്ല, ആ കുഴപ്പമില്ല. അതെന്തായാലും നമ്മൾ എന്താ വെച്ചാലേ ഞാനതിൻ്റെ ഡ്യൂറേഷൻ കണക്കാക്കിയിട്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നത്. കുഴപ്പമില്ല, അത് നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് തൊട്ടിട്ടേ നമുക്ക് ഈ എടുക്കണ കാര്യം തന്നെ ഇപ്പോൾ ഇതുവരെ എടുത്ത സമയം തന്നെ കുറച്ചുകൂടി സമയം കൂടുതൽ എടുത്തിട്ട് ഞാനത് പറഞ്ഞു തരാം കേട്ടാ. നമ്മൾ ഓരോ വർക്ക് പറയുമ്പോഴും ഒന്നുകൂടി വേറെ ഏതെങ്കിലും ഒരു എക്സാമ്പിളും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളത് ഞാൻ ചെയ്തു തരാം. ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങൾക്ക് ചെയ്തെത്താത്ത പ്രശ്നമല്ലേ ഉള്ളൂ? ഓക്കെ. ജിബിൻ മനസ്സിലാവണില്ലടാ? ഉണ്ട്.
ഓക്കെ ഓക്കെ. അല്ല, കൂടുതൽ വലിയ വർക്ക് ഇങ്ങനെ ഫോർമുലാസുകൾ ഈ 1-2 ക്ലാസ്സുകൾ മാത്രമാണ് ഇങ്ങനെ പോവട്ടോ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളുകളിലൂടെ തന്നെ പോവാം. എന്തായാലും ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. അർച്ചന, മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. എക്സലിലെ ഫയൽ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ നമ്മളിത് ഞാൻ പറയുന്നത് മാത്രം കേട്ട് അല്ലെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ മാത്രം കണ്ട് നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് എടുത്ത കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം. അത് കഴിഞ്ഞാൽ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഡേറ്റ് ഡിഫിൻ്റെ ഒരു ഫങ്ഷൻസ് ആണ്. ശ്രദ്ധിക്കുക, ഡേറ്റ് ഡിഫിൻ്റെ ഫങ്ഷൻസിൽ നമ്മൾ എന്താ ചെയ്തത്? ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചിട്ട് അത് എത്രയാണെന്നുള്ളത് പ്രിൻ്റ് ചെയ്യിക്കുകയാണ് ചെയ്തത് അല്ലേ? അതിനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കുക. അതിനായിട്ട് ഉപയോഗിച്ച ഇക്വേഷൻസ് ഏതാ എന്ന് പറഞ്ഞ് നിങ്ങൾ ഏതാ? ഡേറ്റ് ഡിഫ് എന്നുള്ള ഇക്വേഷൻസ് ആണ്. ശ്രദ്ധിക്കുക, ഡേറ്റ് ഡിഫ് ബ്രാക്കറ്റ് നമ്മുടെ സെല്ല് കോമ ടുഡേ, ഇന്നത്തെ ഡേറ്റ്, ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, കോമ, ഇൻവെർട്ട് കോമയിൽ വൈ. ഇയർ പ്രിൻ്റ് ചെയ്യാൻ വൈ, ഇത്രയേ ഉള്ളൂ. മന്ത് പ്രിൻ്റ് ചെയ്യാൻ വൈയും എമ്മും, ഡേറ്റ് പ്രിൻ്റ് ചെയ്യാൻ എമ്മും ഡി. ക്ലിയർ ആണല്ലോ? ടെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യുന്ന കാര്യം പിന്നെ പറഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേറ്റ് പ്രിൻ്റ് ചെയ്യാനായിട്ട് 2 ഡി. അതേപോലെ തന്നെ മന്ത് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെല്ലിൽ കോമ ഇൻവെർട്ട് കോമയിൽ 2 പ്രാവശ്യം എം. ഇവിടെ ഇയർ ആണെന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം വൈ. അത് ഫുള്ളായിട്ട് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 പ്രാവശ്യം ഡി. അതേപോലെ തന്നെ 4 പ്രാവശ്യം എം, 4 പ്രാവശ്യം വൈ എന്നുള്ള കമാൻഡ്. പിന്നെ നമ്മളിവിടെ ഫുൾ നെയിമായിട്ട് പ്രിൻ്റ് ചെയ്യിച്ചത് 3 പ്രാവശ്യം വൈ, 4 പ്രാവശ്യം എം, 4 പ്രാവശ്യം ഡി. നിങ്ങൾ ഞാൻ അയച്ചു തരുന്ന എക്സൽ ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേ ഫോർമുലാസുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഓക്കെ. പിന്നെ ഡേറ്റും ടൈമിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഈക്വൽ ടു ടുഡേ, ഈക്വൽ ടു നൗ. പിന്നെ ഷോർട്ട് കട്ടുകളാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്യാം. പക്ഷേ അത് നാളെ വന്നു കഴിഞ്ഞാൽ അത് അപ്ഡേഷൻ ആവില്ല എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത് രണ്ടും നാളെ വന്നാൽ മാറും, നാളത്തെ ഡേറ്റായി മാറും. ഇത് രണ്ടും മാറില്ല. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ ഡേറ്റ് പ്രിൻ്റ് ചെയ്യാനുള്ളത് എൻഡ് ഓഫ് ഡേറ്റ്, എൻഡ് ഓഫ് മന്ത്, ഇഫിൻ്റെ കണ്ടീഷൻസുകൾ, ബോണസ്, കമ്മീഷൻസ്. ഇതിലിപ്പോൾ മെയിനായിട്ട് വരുന്ന 4 പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കണ്ടീഷൻ ഫോർ ഇഫിൻ്റെ കണ്ടീഷൻസും ബോണസും കമ്മീഷനും പിന്നെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള ഇവിടെ ഡേറ്റ് ഡിഫും പിന്നെ ടെക്സ്റ്റും. എല്ലാം ഇമ്പോർട്ടൻസ് തന്നെയാണ്, പക്ഷേ ഒന്ന് മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, ഞാൻ എന്തായാലും ക്ലാസ് അയക്കാം. നിങ്ങൾ ചെയ്ത് നോക്കണം. 1-2 ദിവസം ക്ലാസ് ആയ കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സമയം ഗ്യാപ്പ് ഇട്ടിട്ട് അത് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ജിബിനെ, ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് മെയിൽ അയക്കും. മെയിൽ അയക്കുന്ന ആ എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ആ ഡാറ്റ നിങ്ങളുടേതായിട്ടുള്ളൊരു ഫയലിലേക്ക് കോപ്പി ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആ റെഫർ ചെയ്യുക, ഫോർമുലാസിൽ റെഫർ ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഓക്കെ അർച്ചന, ക്ലിയർ ആണല്ലോ കേട്ടോ? എന്തായാലും നമ്മുടെ ക്ലാസ്സിൻ്റെ സ്പീഡൊന്ന് കുറച്ച് കുറയ്ക്കാം. അതായത് എടുക്കുന്ന ടോപ്പിക്കുകളുടെ എണ്ണം, ദിവസം എടുക്കുന്ന ടോപ്പിക്കുകളുടെ എണ്ണം ഒന്ന് കുറയ്ക്കാം കേട്ടോ. ഓക്കെ. ഞാനെന്നാ ഇത് അയച്ചു തരാം നിങ്ങൾക്ക്. ഞാനെന്നാ ലീവ് ചെയ്തോട്ടെ? ശരി. അർച്ചന, ജിബിൻ, ഞാൻ അയക്കാം, ഫയൽ അയക്കാം. ശരി. ഓക്കെ.